മൽക്കോട്ടൺ ഫാബ്രിക്കിൽ അനാർക്കലി പാറ്റേണിൽ വന്നിട്ടുള്ള ഡിസൈനർ ഔട്ട്ഫിറ്റാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ടോപ്പും ബോട്ടും ദുപ്പട്ടയും കൂടെ പെയർ ചെയ്ത് വരുന്ന ഡിസൈനാണ്. അപ്പോൾ ഇതിൻ്റെ ടോപ്പിലെ പാറ്റേൺ വരുന്നത് അനാർക്കലി മോഡലിൽ യോക്ക് കട്ടിംഗ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ പാറ്റേൺ ഈ ഒരു മോഡൽ വരും. ഫാബ്രിക്സ് ആണെങ്കിലും പല ഡിഫറെൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. യോക്ക് കട്ടിംഗ് വന്നിട്ടുണ്ട്. ഈ ഒരു പോർഷനിലായിട്ട് ഇതുപോലെ ജാക്വേർഡ് ഒരു വേവ് പാറ്റേണിൽ വീവിങ് വന്നിട്ടുള്ള ഫാബ്രിക്കാണ് ഈ മിഡിൽ പോർഷനിൽ വെച്ചിട്ടുള്ള ഒരു ബോക്സ് പാറ്റേൺ പോലെ. അതിലെല്ലാം നല്ല ഭംഗിയായിട്ടുള്ള മെഷീൻ എംബ്രോയ്ഡറി ഡീറ്റെയിലിംഗ് വന്നിട്ടുണ്ട്. ഉപയോഗിച്ചിരിക്കുന്ന ത്രെഡ് ബ്ലാക്കും അതുപോലെ ഒരു സിൽവർ ആൻഡ് ഗോൾഡൻ മിക്സ് വരുന്ന ഒരു സരിയും സീക്വൻസിൻ്റെയും കൂടെ എംബ്രോയ്ഡറി ഫുള്ളായിട്ട് റൗണ്ട് നെക്ക് വന്നിട്ട് ചുറ്റും എംബ്രോയ്ഡറി വന്നിട്ടുണ്ട്. ഇവിടെ ഒരു ബിഗ് മോട്ടീഫ് വന്നിട്ടുണ്ട്. പിന്നെ വേറൊരു ഫാബ്രിക് ഉപയോഗിച്ചിരിക്കുന്നത് ഇതുപോലെ ലൈൻസ് ഉള്ള മെറ്റീരിയലുണ്ട്. അതിൻ്റെ ഇടയ്ക്കൂടെ ഒരു സിൽവർ സരി ലൈനും വരുന്നുണ്ട്, ബ്ലാക്ക് ലൈൻസും വരുന്നുണ്ട്. അപ്പോൾ അതാണ് ഈ സൈഡിലോട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ താഴോട്ട് വരുന്നത് ഫുൾ പാനലാണ്. പാനൽ വരുമ്പം അത് ഫുൾ ഇതുപോലെ ഇങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് ലൈൻസ് ഉള്ള ഫാബ്രിക്കും വരുന്നുണ്ട്. ജാക്വേർഡ് വീവിങ് വന്നിട്ട് എംബ്രോയ്ഡറി ചെയ്ത് വന്നിട്ടുള്ള പാനൽസും കൂടെ ഓൾട്ടർനേറ്റ് ആയിട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. പിന്നെ ഏറ്റവും ഹെം ലൈനിലോട്ട് വരുന്നത് മൽക്കോട്ടണിൽ എംബ്രോയ്ഡറി ചെയ്ത് വന്നിട്ടുള്ളതാണ്. ഫാബ്രിക്കാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഫുള്ളായിട്ട് അതിനകത്ത് ഫോയിൽ മിറർ വർക്കും ത്രെഡിൻ്റെയും കൂടെ എംബ്രോയ്ഡറി ചെയ്ത് വന്നിട്ടുള്ള ഒരു ബോർഡർ പോലെ ഏറ്റവും എൻഡിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. പിന്നെ ഇതിൻ്റെ ബാക്ക് പോർഷനിൽ ബാക്കിലുള്ള യോക്കിൽ ലൈൻസ് ഉള്ള ഫാബ്രിക്കാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ താഴോട്ട് വരുമ്പം എംബ്രോയ്ഡറി വരുന്നില്ല. ആ ജാക്വേർഡ് വീവിങ് വന്നിരിക്കുന്ന ഫാബ്രിക്കും ലൈൻസ് ഉള്ള ഫാബ്രിക്കും കൂടെ ഓൾട്ടർനേറ്റ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നതാണ്. സ്ലീവിൽ വരുന്നതും ഈ സെയിം ഫാബ്രിക് തന്നെയാണ്. അതിലെല്ലാം എംബ്രോയ്ഡറി വന്നിട്ടുണ്ട്. അതിൽ ഈ താഴോട്ട് വരുന്നത് ഒരു ബോർഡറായിട്ട് വന്നിട്ടുള്ള ലോങ് ബോർഡറായിട്ട് നമ്മൾ ഹെം ലൈനിൽ കണ്ട സെയിം മെറ്റീരിയൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഈ ഒരു പോർഷനിൽ എംബ്രോയ്ഡറി ചെയ്തിട്ടുണ്ട്. ചെറിയ മോട്ടീവായിട്ടും ഫോയിൽ മിറർ എംബ്രോയ്ഡറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സ്ലീവിൻ്റെ പാറ്റേൺ. ബോട്ടം പെയർ ചെയ്തിരിക്കുന്നത് മൽക്കോട്ടണിൽ തന്നെയാണ്, സെയിം മെറ്റീരിയൽ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ഏറ്റവും എൻഡിലായിട്ട് ബോർഡറായിട്ട് എംബ്രോയ്ഡറി ചെയ്ത് വന്നിട്ടുണ്ട്. ഒരു സ്ലിറ്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ ബാൻഡും ബാക്കിൽ ഇലാസ്റ്റിക്കും ആയിട്ടുള്ള മോഡലാണ് ബോട്ടത്തിൽ വന്നിട്ടുള്ളത്. ദുപ്പട്ട വരുന്നത് മൽക്കോട്ടണിലാണ്. അതിൽ എംബ്രോയ്ഡറി വരുന്നുണ്ട്, അതുപോലെ വീവിങ് പാറ്റേണും വരുന്നുണ്ട്. ജാക്വേർഡ് വീവിങ് ഇങ്ങനെ മിഡിൽ പോർഷനിൽ കുറച്ച് വീതിയിലും സൈഡിലൊരു ബോർഡർ പോലെയും ചെയ്ത് വന്നിട്ടുണ്ട്. പിന്നെ ഫുൾ റൗണ്ട് ക്രോഷ്യ ലേസും അറ്റാച്ച് ചെയ്തിട്ടുള്ള ദുപ്പട്ടയാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത്. അതുപോലെ ടോപ്പിൽ കോട്ടൺ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. യോക്കിലും താഴോട്ടും എല്ലാം ഫുള്ളായിട്ട് കോട്ടൺ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സൈസസ് മീഡിയം ടു XXL വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.